ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗത്തിന്റെ കഴിഞ്ഞ 20 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കാം നമുക്ക്. അതിനു പക്ഷേ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് ഡിസ്ക്രിപ്ഷൻ. ദൃശ്യം 3 നമ്മുടെ ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ലാലട്ടൻ സിനിമയാണ് ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗം. സിനിമ കഴിഞ്ഞ മാസം മെയ് 21 തീയതിയാണ് സിനിമ വേൾഡ് വൈഡ് തിയേറ്റർ റിലീസിന് വന്നത്. പാൻ ഇന്ത്യൻ ലെവല് ഹിന്ദി പകർപ്പ് മാത്രമല്ല ബാക്കി എല്ലാ ഭാഷകളിലും സിനിമ തിയേറ്റർ റിലീസ് വന്നിട്ടുണ്ടായിരുന്നു ഡബ് ചെയ്തിട്ട്. സിനിമയുടെ ഹിന്ദി പകർപ്പിന്റെ ഒരു അപ്ഡേറ്റ് കാണാൻ സാധിക്കുന്ന നിലവില് എന്തായാലും സിനിമയുടെ കേരളത്തിലെ കളക്ഷൻ പരിശോധിക്കാം നമുക്ക്. അതിനുമുമ്പ് ചാനൽ ആദ്യം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമ കണ്ടവരാണെങ്കിൽ മറക്കാതെ പടത്തിന്റെ അഭിപ്രായങ്ങൾ നമുക്ക് ചെയ്യപ്പെടുക. ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗത്തിന്റെ സിനിമ അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് മൂന്നാമത്തെ ആഴ്ച കംപ്ലീറ്റ് ആവാൻ പോവുകയാണ്. എന്തായാലും സിനിമയുടെ നിലവിലെ കളക്ഷൻ പരിശോധിക്കാം നമുക്ക്. സിനിമയ്ക്ക് ചൊവ്വാഴ്ച ഓൾമോസ്റ്റ് 43 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് കേരളം എന്ന് മാത്രമായിട്ട്. 43.25 ലക്ഷം. സിനിമയ്ക്ക് ടോട്ടൽ നെറ്റ് കളക്ഷൻ മാത്രം 20ാമത്തെ ദിവസം 39 ലക്ഷമാണ് സിനിമയുടെ മലയാളം പകർപ്പ് മാത്രം സ്വന്തമാക്കിയത്. തെലുങ്ക് പകർപ്പ് ഓൾമോസ്റ്റ് 1 ലക്ഷമാണ് കരസ്ഥമാക്കിയത് നെറ്റ് കളക്ഷൻ ഉൾപ്പെടെ. ഓൾമോസ്റ്റ് 698 ഷോസ് മാത്രമാണ് സിനിമയ്ക്ക് ചൊവ്വാഴ്ച മാത്രം കാണാൻ സാധിച്ചത്. ഇതിലെ മലയാളം പകർപ്പ് മാത്രം ഓൾമോസ്റ്റ് 11% അടുത്ത് ഒക്യുപ്പൻസി കാണാൻ സാധിച്ചു നമുക്ക്. സിനിമ കേരളത്തിൽ നിന്ന് മാത്രം അപ്രോക്സ് ആയിട്ട് 43 ലക്ഷം കാണാൻ സാധിച്ചു നമുക്ക്. സിനിമ ടോട്ടലായിട്ട് 20ാമത്തെ ദിവസം കോൺട്രിബ്യൂട്ട് ആക്കിയത് 46 ലക്ഷമാണ് നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ട്. ഇനി സിനിമയുടെ ടോട്ടൽ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് ഇക്കഴിഞ്ഞ 20 ദിവസം കൊണ്ട് 107.33 ലക്ഷമാണ്. ഇനി സിനിമ ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 124.51 ലക്ഷമാണ്. ഇനി സിനിമയ്ക്ക് ഓവർസീസ് 20ാമത്തെ ദിവസം ഓൾമോസ്റ്റ് 5 ലക്ഷമാണ് സിനിമയ്ക്ക് ഓവർസീസ് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ലഭിച്ചിരിക്കുന്ന ബോക്സ് ഓഫീസ്. അങ്ങനെ ടോട്ടൽ സിനിമയ്ക്ക് വിദേശത്തെ ബോക്സ് ഓഫീസ് പരിശോധിക്കുമ്പോൾ 111.60 ലക്ഷത്തിലോട്ട് പോവുകയാണ്. സിനിമയുടെ വിദേശത്താണെങ്കിലും അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ആണെങ്കിലും ബോക്സ് ഓഫീസ് ഒക്കെ വളരെ കുറവ് തന്നെയാണ്, ലക്ഷങ്ങളിലാണ് വരുന്നത്. അതുകൊണ്ട് ആ സിനിമയ്ക്ക് നമ്പേഴ്സ് ഒക്കെ ഇനി പതുക്കെ കാണാൻ സാധിക്കത്തുള്ളൂ നമുക്ക്. എന്തായാലും കേരളം തന്നെയാണ് സിനിമയുടെ നല്ലൊരു ബോക്സ് ഓഫീസ് നമ്പേഴ്സും ഹോൾഡും എക്സ്പെക്ട് ചെയ്യുന്ന നിലവിൽ. തിങ്കളാഴ്ച സിനിമയ്ക്ക് 50 ലക്ഷം ഉണ്ടായിരുന്നപ്പോൾ അല്ലെങ്കിൽ 49 ലക്ഷം ഉണ്ടായിരുന്നപ്പോൾ നല്ലൊരു ഹോൾഡ് കാണാൻ സാധിച്ചു. ചൊവ്വാഴ്ച ഇപ്പോൾ അത് കുറഞ്ഞു വരുന്ന കാഴ്ച കാണുന്നുണ്ട്. സിനിമ അങ്ങനെ ടോട്ടൽ 20 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് 236.11 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. സിനിമ നിലവിൽ നമ്മുടെ വാഴ എന്ന സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് മറികടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലാലേന്റെ സ്വന്തം തുടരും സിനിമയുടെയും ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് മറികടന്നിട്ടുണ്ട്. നിലവിൽ നമ്മുടെ മഞ്ഞുവൽ ബോയ്സും തൊട്ട് പിന്നാലെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് മഞ്ഞുവൽ ബോയ്സ് 240 കോടി റേഞ്ചാണ് കാണാൻ സാധിക്കുന്നത്. അതിന് തൊട്ട് പിന്നാലെ തന്നെയായിട്ട് അല്ലെങ്കിൽ മുന്നിൽ തന്നെയായിട്ട് നമ്മുടെ ലാലേട്ടന്റെ സ്വന്തം എമ്പുരാൻ സിനിമ കാണുന്നുണ്ട് 265 കോടി റേഞ്ചിലായിട്ട്. പിന്നെ നമ്മുടെ ലോക എന്ന സിനിമ തന്നെയാണ് ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിങ്. എന്തായാലും ലോകയിനൊന്നും തകർക്കാൻ പോകുന്നില്ല. ഈവൻ നമ്മുടെ എമ്പുരാനെ പോലും തകർക്കാൻ ചാൻസ് ഒന്നും കാണുന്നില്ല. മഞ്ഞുവൽ ബോയ്സും തകർക്കാൻ ചാൻസ് കാണുന്നുണ്ട്. ഈ വരുന്ന ശനി ഞായറൊക്കെ സിനിമയ്ക്ക് നല്ലൊരു ബോക്സ് ഓഫീസ് ഗ്രോസ് ലഭിക്കുകയാണെങ്കിൽ ഹൈ ചാൻസ് കാണുന്നുണ്ട്. അത് മാത്രമല്ല സിനിമയുടെ OTT റിലീസ് നല്ലപോലെ ഡിലേ ആവുകയാണെങ്കിൽ സിനിമയ്ക്ക് നല്ലൊരു ബോക്സ് ഓഫീസ് ഫൈനലിലോട്ട് എത്താൻ സാധിക്കും നമുക്ക്. നമ്മുടെ എമ്പുരാന്റെ തൊട്ട് പിന്നാലെയായിട്ട് സിനിമയ്ക്ക് ഫൈനൽ ക്ലോസിംഗ് വരാൻ ഹൈ ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് വരും ദിവസങ്ങളിൽ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസിനായിട്ട്. സിനിമയുടെ ഹിന്ദി പകർപ്പിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ് ഉണ്ട്. നമുക്കറിയാം ഹിന്ദി പകർപ്പ് മാത്രമാണ് ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗം പുറത്തു വരാത്തത്. ബാക്കി തമിഴാണേലും തെലുങ്കാണേലും കന്നഡയാണേലും ഒക്കെ തിയേറ്റർ റിലീസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹിന്ദി പകർപ്പ് മാത്രം നമ്മുടെ അജയ് ദേവൻ അഭിനയിക്കുന്ന സിനിമ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റാർ കാസ്റ്റും ആ ഒരു സ്റ്റാർ വാല്യൂ പിന്നെ ഹിന്ദി ഓഡിയൻസിന് ഈ മലയാളം സ്ക്രിപ്റ്റ് അങ്ങനെ വർക്ക് ആവത്തില്ല. കാരണം ദൃശ്യം 3ന്റെ അങ്ങനെ കുറച്ച് ഒരു ടോക്ക് ഉണ്ടായിരുന്നു. കാരണം അവിടുത്തെ ഓഡിയൻസ് ഇത് വർക്ക് ആവത്തില്ല എന്ന് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹിന്ദി പകർപ്പിൽ കുറച്ച് ചേഞ്ചസ് വരുത്താനായിട്ട് നമ്മുടെ ജിത്തു ജോസഫ് ആയിട്ട് സമീപിച്ചു എന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പിന്നെ ജിത്തു ജോസഫും ചെറിയ രീതിയിൽ ഹെൽപ്പ് ആക്കിയിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട് സിനിമയുടെ സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് മാത്രമാണ് ചെറിയ രീതിയിൽ സിനിമയുടെ സ്ക്രിപ്റ്റ് ഒന്ന് മാറി വന്നത് ഹിന്ദിയിലോട്ട് വന്നപ്പോൾ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. റീസെന്റ് ആയിട്ട് ക്ലബ് FM കൊടുത്ത ഒരു ഇന്റർവ്യൂവിലാണ് ഇത് കേൾക്കാൻ സാധിച്ച ഒരു അപ്ഡേറ്റ്. എന്തായാലും ജിത്തു ജോസഫാണ് ശരിക്കും ഇതിന്റെ അവകാശം ഉള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ സമീപിച്ചിട്ടാണ് അവർ ഈ ഒരു ചേഞ്ചസ് വരുത്തുന്നത്. അത് ജിത്തു ജോസഫ് എടുത്ത് പറയുന്നുണ്ട്. അവര് സിനിമയുടെ അവകാശം മേടിച്ചാണെങ്കിൽ പോലും സ്ക്രിപ്റ്റിൽ ചേഞ്ചസ് വരുത്തുന്ന കാര്യം ജിത്തു ജോസഫിന്റെ സമ്മതം ശേഷമാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് പുള്ളിക്കാരൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എനിവേ ഹിന്ദി പകർപ്പ് എന്തായാലും ഒന്ന് കാണണം. എങ്ങനെയാണ് ഹിന്ദി പകർപ്പ് വരാൻ പോകുന്നത് കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. കൂടുതൽ സിനിമ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് ചാനൽ.